വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടോ അത് നശിപ്പിച്ചിട്ടോ ഈ ചെയ്ത ആൾക്ക് എന്ത് ഗുണം കിട്ടും? വണ്ടി എടുത്തിട്ട് 3 മാസമായതുകൊണ്ട് ആ വണ്ടിയാണ് ഈ രീതിയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ കല്ലോ മറ്റോ ഉപയോഗിച്ച് മൊത്തം ഒരിക്കലും ഒരു ഹൃദയമുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. CCTV ഉണ്ടായിരുന്നാണ്. CCTV ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ DVR ഓൾറെഡി അവർ തന്നെ കൊണ്ടുപോയിക്കുക. ഉടമസ്ഥർ നാട്ടിലില്ലാത്ത വീടിന്റെ കാർപോർച്ചിൽ കിടന്ന പുതിയ മഹീന്ദ്ര ഥാർ വാഹനം അടിച്ചു തകർത്തു. വീടിന്റെ വാതിലുകൾ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ പ്രതീക്ഷിച്ചതുപോലെ സ്വർണവോ പണവോ ലഭിക്കാത്തതിന്റെ വിരോധത്തിലാണ് വാഹനം നശിപ്പിച്ചത് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ മാങ്കൂട്ടത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജെറിൻ ഭവനിൽ ജോസ് ഡാനിയലിന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വീടിന്റെ കാർപോർച്ചിൽ കിടന്ന വാഹനമാണ് നശിപ്പിച്ചിരിക്കുന്നത്. ജോസ് ഡാനിയലും കുടുംബവും വിദേശത്താണുള്ളത്. ഏതാണ്ട് 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വന്നു പോകാറാണ് പതിവ്. അങ്ങനെ കഴിഞ്ഞ ജനുവരി മാസം കുടുംബം നാട്ടിലെത്തി മടങ്ങി വിദേശത്തേക്ക് പോയതാണ്. അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വീടിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വാതിലുകൾ തകർത്ത അവസ്ഥയിലായിരുന്നു. വീടിനകത്ത് കടന്ന സംഘം എല്ലാ സാധനങ്ങളും തുണികൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ്. മോഷണം നടത്താനെത്തിയ സംഘം പ്രതീക്ഷിച്ചതുപോലെ സ്വർണമോ പണമോ ഇവിടുന്ന് ലഭിച്ചില്ല. അതിലുള്ള വിരോധം മൂലമാണ് ഈ വാഹനം ഇത്തരത്തിൽ നശിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. അടൂർ ഏനാത്ത് പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. എൻ്റെ ജ്യേഷ്ഠൻ്റെയാണ് ഈ വീട്. കഴിഞ്ഞ ഞായറാഴ്ച ദിവസം രാവിലെ ഇവിടെ നോക്കുന്ന ചേട്ടനും ചേച്ചിയും കൂടെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് രാവിലെ വന്ന് പറഞ്ഞു, ഇവിടെ ആരോ കയറി, കള്ളനും ആരോ കയറി, ഡോറെല്ലാം തുറന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഓടി ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ അടുക്കള വാതിലിലൂടെയാണ് ഞാൻ കയറിയത്. കയറി നോക്കുമ്പോഴത്തേനും കിച്ചൻ്റെ കബോർഡുകളും റൂമിലേക്ക് നോക്കുമ്പോൾ റൂമിൻ്റെ കബോർഡുകളെല്ലാം സാധനങ്ങളെല്ലാം വലിച്ചു വാരി റൂമിലിട്ടേക്കുന്നു, ഡോറെല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്കുന്നു. പിന്നെ ഞാൻ മേളിൽ പോയി നോക്കി, മേളത്തെ റൂമിൻ്റെ അതേ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വണ്ടി കാണുന്നത്. വണ്ടി നോക്കിയപ്പോഴത്തേനും വണ്ടി മൊത്തം ആരോ വരഞ്ഞ് ഫ്രണ്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് മൊത്തം നശിപ്പിച്ചിട്ടേക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഡോർ നോക്കുമ്പോൾ മെയിൻ ഡോർ അടഞ്ഞു കിടക്കുമായിരുന്നു, പക്ഷേ അതും പൊളിഞ്ഞ രീതിയിലാണ്. അതിൽ കൂടെ കുത്തിപ്പൊളിച്ച ആൾ കയറിയിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലായി അതുവഴിയാണ് കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെളിയിലിറങ്ങി പോലീസിനെ വിളിച്ചു. പിന്നെ പോലീസ് വന്നു, കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ഡോഗ് സ്ക്വാഡ് വന്നു, ഫിംഗർ പ്രിൻറ്റിൻ്റെ അവരും വന്നായിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വിലപിടിപ്പുള്ള സ്വർണ്ണമോ പണമോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ജ്യേഷ്ഠൻ സ്വർണവും പണവും ഒന്നും ഭവനത്തിൽ വെച്ചിരുന്നില്ല, അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കബോർഡുകളും ഡോറുകളും എല്ലാം കുത്തിപ്പൊളിച്ചു. മെയിനായിട്ട് ഈ വണ്ടി അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. അത് എന്തുവാണെന്ന് അതിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഒരു പിടുത്തം. മോഷണം നടത്താൻ വന്ന ആളുകൾ അവർ ഉദ്ദേശിച്ചതുപോലെ സ്വർണമോ പണമോ കിട്ടാത്തതിൻ്റെ ഒരു വിരോധത്തിൽ വാഹനം നശിപ്പിച്ചതായിരിക്കാം അല്ലേ? അങ്ങനെ കരുതാൻ ഇപ്പോൾ ഒരു വഴിയുള്ളൂ, വേറെ ഒരു മാർഗവും. നമ്മളായിട്ട് വിരോധമുള്ളവരോ അങ്ങനെയുള്ള ആരും ഇല്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ആരോടും ഒരു വഴക്കിനോ കാര്യങ്ങളൊന്നും പോകുന്നതല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഈ ഏരിയയിൽ തന്നെ കള്ളന്മാരുടെ ഒരു ശല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശാന്തമായി എല്ലാവരുടെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു ദേശം ഞങ്ങളുടെ ഇവിടെ. എനിക്ക് 51 വയസ്സിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇങ്ങനൊരു സംഭവം നമ്മുടെ ദേശത്ത് ഉണ്ടായിട്ടില്ല. ഇവർ ജനുവരിയിൽ നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയതാണ്. ജനുവരി നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരായിരുന്നു ഇത് നോക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് നോക്കും. ഇവിടെ താഴെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടൻ്റെ വസ്തുവിൽ തന്നെ. വെള്ളിയാഴ്ച രാത്രി ആകാനാണ് ചാൻസ്. കാര്യം ശനിയാഴ്ച ഇവിടെ ആരും വന്നില്ല. ഞായറാഴ്ച രാവിലെ ഇവർ വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഈ വാഹനം പുതിയ വാഹനമാണ്, ഏതാണ്ട് 2-3 മാസം മാത്രമേ പഴക്കമുള്ളൂ. 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. വണ്ടി എടുത്തിട്ട് 3 മാസമായതുകൊണ്ട് ആ വണ്ടിയാണ് ഈ രീതിയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ കല്ലോ മറ്റോ ഉപയോഗിച്ച് മൊത്തം. ഒരിക്കലും ഒരു ഹൃദയമുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരാളുടെ വണ്ടി നശിപ്പിച്ചിട്ട് എന്ത് ലഭിക്കാനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടോ അത് നശിപ്പിച്ചിട്ടോ ഈ ചെയ്ത ആൾക്ക് എന്ത് ഗുണം കിട്ടും? ഇതൊരിക്കലും ഒരു ശരിയായ രീതിയിലുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യൻ ചെയ്യുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. നമ്മളിനിയും പുതുതായിട്ട് ഫുള്ളെല്ലാം അഴിച്ച് പെയിൻറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ഗ്ലാസ് മാറ്റിയേ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള എല്ലാം വളച്ച് വണ്ടി മൊത്തത്തിൽ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആക്കിയിട്ടു. ഇവിടെ CCTV ഉണ്ടായിരുന്നാണ്. CCTV ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ DVR ഓൾറെഡി അവർ തന്നെ കൊണ്ടുപോയിക്കുക. നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് DVRൻ്റെ കവർ ഇവിടെ വെളിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടി. DVR അവൻ കൊണ്ടുപോയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ അറിവുള്ള ഒരു ആളാണ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നിലധികം ആളുകളുണ്ടെന്ന് സംശയിക്കുകയാണ്. അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പോലീസിലെല്ലാം അവരെന്തായാലും ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും തെളിവെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്താണെങ്കിലും നാട്ടുകാരടക്കം വലിയൊരു ആശങ്കയിലാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അതിൻ്റേതായ ഒരു വിഷമത്തിലും എത്രയും വേഗം പിടിക്കണം
നമ്മുടെ സമൂഹത്തിനായാലും അവർക്കൊരു ഉറപ്പ് വേണമല്ലോ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്നുള്ളൊരു ഉറപ്പ് വേണമെങ്കിൽ അവരെ പിടിക്കണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭവനത്തിൽ ഇപ്പം പ്രത്യേകിച്ചും എല്ലാ വീടുകളിലും പ്രായമുള്ളവർ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകെ പോലീസ് തന്നെ ഉണ്ടാവും, അവരെ പിടിക്കും. അവരെ പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരെ ആയാലും നമ്മുടെ ആയാലും ഒരു ആവശ്യവും നമ്മുടെ പ്രതീക്ഷ അതാണ്. ഇവിടെ ഇവർ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 4 വർഷമായി. അന്ന് മുതലേ ഞങ്ങളാണ് ഈ വീടും പരിസരവും നോക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഈ വസ്തുവിനകത്ത് കൃഷിയുണ്ട്. ഞങ്ങൾ കൃഷിയും നോക്കും വീടും നോക്കുന്ന ഞങ്ങളാണ്. എൻ്റെ ഹസ്ബൻഡ് വെള്ളിയാഴ്ച 4 മണിക്ക് ഇവിടെ കൃഷിക്കകത്ത് വന്ന് വെള്ളവും ഒഴിച്ച് ഇവിടെ എല്ലാം നോക്കിപ്പോയപ്പോൾ ഇവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ശനിയാഴ്ച ഇവിടോട്ട് വരാൻ പറ്റിയില്ല, മറ്റു കാര്യങ്ങളുമായിട്ട് പോയി. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ രാവിലെ 7:45 ഇവിടെ വന്നു. ഞങ്ങൾ വീടിൻ്റെ പരിസരമെല്ലാം നോക്കി. അടുക്കള ഭാഗത്തോട്ട് ചെന്നപ്പോഴാണ് അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടത്. നോക്കിയപ്പോഴേക്കും ഗ്രില്ല് തുറന്ന് കിടക്കുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള കതവും വെട്ടിപ്പൊളിച്ച് കയറിയിരിക്കുന്നു. അകത്തോട്ട് കയറി അടുക്കളയിൽ കയറി ഹാളിലോട്ട് പോയപ്പോഴേക്കും ബെഡ്റൂമിനും തുറന്ന് കിടക്കുന്നു. അതിനകത്തെ കബോർഡുകളെല്ലാം തുറന്ന് കിടക്കുന്നു. എല്ലാ കബോർഡുകളിലെയും തുണികളും സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും പെട്ടെന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി അനിയനെ സഹോദരങ്ങളെ ചെന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് മുകളിലത്തെ നിലയിൽ കയറിയപ്പോൾ അവിടെ ഇതേ അവസ്ഥയാണ് കണ്ടത്. പിന്നെ പെട്ടെന്ന് വാർഡ് മെമ്പറിനെയും വിളിച്ചു പോലീസിൽ അറിയുകയായിരുന്നു. ഈ നാട്ടിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ നാട്ടുകാർക്കെല്ലാം വലിയൊരു ഭീതിയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഈ ആൾക്കാരെ കണ്ടുപിടിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അടൂർ ഏനാത്ത് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. എത്രയും വേഗം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. അടൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.